ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നെയ്ച്ചോറ് വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, പക്ഷെ അറിയാത്തവരും ഉണ്ട് കേട്ടോ. ചിലർ പറയാറുണ്ട് ഒട്ടിപ്പിടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായില്ല, പിന്നെ വെന്ത് കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. അപ്പോൾ ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, വളരെ എളുപ്പം ചെയ്ത് നോക്കാവുന്നതാണ്. വെള്ളത്തിൻ്റെ അളവൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. നല്ല അടിപൊളി റൈസായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതെൻ്റെ കസിൻ ബ്രദറാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. അപ്പോൾ അതിൽ പിന്നെ ഞാൻ ഈ രീതിക്കാണ് ചെയ്യാറ്. നല്ല അടിപൊളി നെയ്ച്ചോറനായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 4 കപ്പ് അരി ഇട്ടാണ് എടുത്തിട്ടുള്ളത്. സാധാരണ പോലെ തന്നെ അരി കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം, ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കൈമ റൈസാണ് കേട്ടോ. കൈമ റൈസിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോഴും നെയ്ച്ചോറ് വെക്കുമ്പോൾ കൈമ റൈസ് തന്നെ എടുക്കാറ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയതാണ് നെയ്ച്ചോറ്. പക്ഷേ ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ടൊക്കെ പറയാറുണ്ട് കേട്ടോ. വെച്ചത് ശരിയായില്ല, വെള്ളം ശരിയായില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നെയ്ച്ചോറിന് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ആദ്യം വറുത്തെടുത്തിട്ടുണ്ട്, ഒപ്പം തന്നെ മുന്തിരിയും കൂടി വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ തന്നെ ഒരു ചെറിയ സബോള നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. അതും നെയ്ച്ചോറിന് മുകളിൽ ഇടാനുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഗാർണിഷ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സബോളയും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരി കുതിർന്ന് വന്നിട്ടുണ്ട്. അതും ഞാനിവിടെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരി വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇനി അതിലേക്ക് 2 ബേ ലീഫ്, 7 ഏലക്ക, 4 കഷ്ണം പട്ട, ഒരു 12 ഗ്രാമ്പു, ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എപ്പോഴും വെള്ളത്തിന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. എങ്കിലാണ് ഉപ്പ് പാകത്തിന് കിട്ടുള്ളൂ നമുക്ക്. ഇനി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. അപ്പോൾ തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. ചോറിന് ഒരു 1/4 ഭാഗം വേവ് മാത്രം മതി. അപ്പോഴേക്കും ഒരു പാത്രത്തിലേക്ക് അതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാൻ ഞാൻ ഒരു ദോശക്കല്ലിൻ്റെ മേലുണ്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ടുള്ള കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും സബോളയും ഒക്കെ കൂടിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുന്ന നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ഭാഗമാക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പിന്നെ കുറച്ചെല്ലാം ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് ലെവലാക്കി എടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇതുപോലൊരു അപ്പക്കോരി ഉണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ 3 ടേബിൾ സ്പൂണാണ് ഇങ്ങനെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, സബോള എല്ലാം കൂടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ നെയ്ച്ചോറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 6 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അത് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രം അത് തുറന്നാൽ മതി. ഇപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂണിൻ്റെ പകുതി തന്നെ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് വേണമെങ്കിൽ ബിരിയാണി ആയിട്ട് വേണമെങ്കിലും കഴിക്കാം. ഇപ്പോൾ മോൾക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു പണി ചെയ്തത് കേട്ടോ. നെയ്ച്ചോറ് വേണമെങ്കിൽ നെയ്ച്ചോറായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റും കിട്ടും, നെയ്ച്ചോറിൻ്റെ ആ ഒരു രുചിയും കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സ്മൂത്ത് ആയിട്ടുള്ള റൈസാണ് കിട്ടിയിട്ടുള്ളത്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എല്ലാം വിട്ടിട്ട് തന്നെ നല്ല അടിപൊളി റൈസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. നല്ല സ്മൂത്തായിട്ട് അടിപൊളിയായിട്ടുള്ള റൈസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിലേക്ക് കുറച്ച് ബീഫ് കറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സലാഡ്, അച്ചാർ, അങ്ങനെ ഐറ്റംസ് എല്ലാം തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്